SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു മാധ്യമ ഇൻ്റർവ്യൂ ഇന്ന് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഈ പത്രലേഖകരും മാധ്യമങ്ങളും ഒക്കെ പോകുന്നത് എന്തിനാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അപമാനമാണ് മാധ്യമ ധർമ്മത്തിന്. കാരണം അത് ഒരു 2 ദിവസം മുമ്പ് കണ്ടത് റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ ബലമായിട്ട് അടിച്ചു മാറ്റുന്നു ഒന്ന്, പിന്നെ കൈ നീട്ടി അടിച്ചു മാറ്റുന്നു. അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് 89 വയസ്സുണ്ട്, പക്ഷേ 89 വയസ്സിൻ്റെ സ്വഭാവം ഒന്നും അല്ല കൈയിരിക്കുന്നത്. അതിന് മുമ്പ് അതുകൊണ്ട് മൈക്ക് അങ്ങോട്ട് നീട്ടിക്കൊണ്ടുവന്നു. അതിലും കൂടുതൽ നീളമുള്ള മൈക്കുകൾ അതിന് മുമ്പിലൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അവരെ ആരെയും തട്ടുന്നില്ല, ഇയാളെ മാത്രം. റഹീസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അയാൾ ഈ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളെ ആണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. കാരണം അയാൾ ഒരു മുസ്ലിമാണ്, അതാണ് കാര്യം. പണ്ട് മുതലേ ഉള്ള ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ച ആളാണ് വെള്ളാപ്പള്ളി. അത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കൂടുതൽ വരുന്നു. മുമ്പ് ഈ മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ച്, ഈ മുസ്ലിം വിഭാഗത്തെക്കുറിച്ചാണ് പച്ചയായിട്ട് വർഗീയത പറഞ്ഞ് അവരെ ആക്ഷേപിക്കാനും അവരുടെ കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരി മോശമായി. മുസ്ലിങ്ങളെ മൊത്തമായിട്ട് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് പതുക്കെ അതൊന്ന് മാറ്റി മുസ്ലിം ലീഗ് എന്നാക്കി. അതേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഇന്ന് ഈ പത്രക്കാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. എന്തോ പറയുന്നതെന്ന് അയാൾക്ക് പറഞ്ഞുകൂടാ, ആർക്കും പറഞ്ഞുകൂടാ, ആ രീതിയിലുള്ള വർത്തമാനമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതല്ല കാരണം അത് ആ സ്റ്റാൻഡേർഡ് നമുക്കില്ല, കിട്ടത്തില്ല ഒരിക്കലും. വെള്ളാപ്പള്ളിയുടെ ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ള സ്റ്റാൻഡേർഡൊന്നും നമുക്ക് കിട്ടത്തില്ല ആർക്കും. എന്നാൽ തന്നെയും ഇത് കണ്ടപ്പോഴുള്ള ആ ധാർമ്മിക രോഷം കൊണ്ട് ഞാനിത് പറയുകയാണ്. കാരണം ഇന്ന് അത് പത്രക്കാരെല്ലാം ചോദ്യം ചോദിക്കാനായിട്ട്, അത് മാധ്യമങ്ങളെല്ലാം ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തു. അവസരത്തിൽ ആദ്യം എന്നെ എന്തിന്, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറി യാത്ര ചെയ്തു. മുഖ്യമന്ത്രിയുടെ വണ്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം വണ്ടിയല്ലത്, ജനങ്ങളുടേതാണ്. 1 പറയുന്ന നമ്പറുള്ള വണ്ടി ജനങ്ങളുടേതാണ്. അത് മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ സ്വന്തമൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് കയറി യാത്ര ചെയ്തു. അതിനകത്ത് കയറി യാത്ര ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഗതി കുഴപ്പമൊന്നുമില്ല, ഒരാൾ കയറിയാലൊന്നും. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരാളെ കയറ്റാം. പക്ഷേ ഇതേപോലെ വർഗീയത പുലമ്പുന്ന ഒരാളെ പിടിച്ച് കയറ്റുമ്പോഴാണ് പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് ചോദിക്കുന്നത് എന്താണെന്നറിയാം, ഇപ്പം ഞാനൊരു പിന്നോക്കക്കാരനായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ കാർഡ് എടുക്കുക. ഇനി ഇയാൾ പിന്നോക്കക്കാരനാണ്, അതുകൊണ്ടാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഒക്കെ അങ്ങോട്ട് പറയുന്നു. അപ്പോൾ ഇതുമൊക്കെ പറഞ്ഞ് വിശദീകരിച്ചപ്പോൾ ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവസരം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ റഹീസ് ആ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അയാൾ ഒരു ചോദ്യം ചോദിച്ചു. പോന്നൊക്കെ പറഞ്ഞ് നാക്കൊക്കെ കടിച്ച് മഹാവൃത്തികേടായിട്ടുള്ള അംഗവിക്ഷേപം, അതൊന്ന് കാണേണ്ടതാണ്. അപ്പോൾ റെഡിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് നാക്കുമൊക്കെ ഇങ്ങനെ ആക്കി വളരെ വല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്. ഞാൻ വിചാരിച്ചു ഇയാൾ പോയി അയാളെ എഴുന്നേറ്റ് അടിക്കുമെന്ന്. ആ രീതിയിലുള്ള പെരുമാറ്റം അവിടെ. അങ്ങനെ ഈ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ ഇരുന്നത്. അതുപോലെ അത്രത്തോളം ദേഷ്യം. എന്നിട്ട് പറയുക അയാളെ വിളിച്ചത് തീവ്രവാദി എന്ന്. കാരണം അയാൾക്കിടെ മുസ്ലിം നാമധാരിയാണ്. അപ്പോൾ തീവ്രവാദി. അപ്പം പത്രക്കാരെല്ലാം മാധ്യമങ്ങളെല്ലാം അതിനെ ചോദ്യം ചെയ്തു. ഒരു മാധ്യമ പ്രവർത്തനം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തീവ്രവാദി എന്ന് വിളിച്ചത്? അയാൾ തീവ്രവാദി ആയതുകൊണ്ടാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം, എല്ലാം അറിയാവുന്ന ആളാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന ആളല്ല, മുഴുവൻ അറിയാം. ഇപ്പോൾ കാരണം ഈ സകല ഈഴവ സഹോദരങ്ങളുടെ ആ സമുദായത്തിൻ്റെ മുഴുവൻ നേതാവായിട്ടങ്ങ് നടക്കുകയാണ്. അത് ഇയാളെ നേതാവായിട്ട് അംഗീകരിക്കുന്നവർ അതിനകത്ത് ആരും കാണത്തില്ല, അത് വേറെ കാര്യം, അത് പിന്നത്തെ കാര്യം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് പറയുക. എന്നിട്ട് എനിക്കറിയാം അയാൾ MSF MSF എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതിനകത്തെല്ലാം തീവ്രവാദികളാണെന്നാണോ ഇയാൾ പറയുന്നത്? ഇപ്പോൾ MSF ഉണ്ടായിരുന്ന MSFൻ്റെ പ്രവർത്തകനായിരുന്നു, അതുകൊണ്ടത് തീവ്രവാദിയാണോ? ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റുമോ? തീവ്രവാദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇയാൾക്ക് അറിയാമായതുകൊണ്ട് ടെററിസ്റ്റ് എന്നാണ്. ഒരു ടെററിസ്റ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ UAPAയിലാണ്.
അത് അത്ര വലിയ ഒരു ആരോപണമാണ് ഉന്നയിച്ചേക്കുന്നത്, ചുമ്മാ ചില്ലറക്കാരിയല്ല. ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം, അതാ ചെയ്യേണ്ടത്, വ്യവഹാരം കൊടുക്കണം. പിന്നെ ഇയാൾക്കെതിരെ കേസ് കൊടുത്താൽ ഇന്ന് പോലീസൊന്നും എടുക്കത്തില്ല. എൻ്റെ കാരണം എന്തെന്നറിയോ? ഈ പറയുന്നതിൻ്റെ കാരണം, ഇതിന് പുറത്തൊരു കാരണമുണ്ട്. ഇയാൾക്ക് ഇതിന് വേണ്ട സപ്പോർട്ട് കിട്ടും. എവിടുന്ന് നമുക്കറിയാമല്ലോ കിട്ടുന്ന എവിടുന്നാന്ന്. ഇന്ന് മുഖ്യമന്ത്രി എപ്പോഴും പുകഴ്ത്തുകയല്ലേ, അപദാനങ്ങളല്ലേ ഇയാളെക്കുറിച്ച് പറയുന്നത്. കുമാരനാശാനോടൊപ്പം ഉപമിച്ചതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇയാളെ. അതാണ് ഈ കുമാരനാശാൻ എവിടെ കിടക്കുന്നു, എവിടെ ഇരിക്കുന്നു, ഈ വെള്ളാപ്പള്ളി എവിടെ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളാണല്ലോ ഇതെന്ന് നമുക്ക് വളരെ വല്ലായ്മയാണ് നമുക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ. കുമാരനാശാൻ ഇരുന്ന കസേരയാണ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഡോക്ടർ പൽപ്പവും കുമാരനാശാനും കൂടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശീർവാദത്തോടുകൂടി സംഘടിപ്പിച്ച സംഘടനയാണ് SNDP. അതിനകത്ത് നോക്കിക്കോളൂ, കഴിഞ്ഞ ഇത്രയും ഏതാണ്ട് 10-40 വർഷമായിട്ട് ഇവിടെ സെക്രട്ടറി ആയിട്ടിരുന്ന് വിലസുകയാണ്. അതാ പറയുന്നത്, ഇത് ഈഴവ ജനതയ്ക്ക് തന്നെ അപമാനമല്ലേ ഇതുപോലുള്ള ഒരാൾ. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞേക്കുന്നത് മതം ഏതായാലും മനുഷ്യനായാൽ മതി എന്നല്ലേ. അതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആ സംഘടനയിലെ തലപ്പത്ത് ഇരുന്നുകൊണ്ടാണ് ഇതുപോലുള്ള വർഗീയത പുലമ്പുന്നത്. ഉടനെ ചോദിച്ചാൽ അത് തീവ്രവാദിയായത് മുസ്ലിം നാമമായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അയാൾ ഈരാറ്റുപേട്ടക്കാരനാണ് എന്നുവെച്ചാൽ ഈരാറ്റുപേട്ടയിൽ ഉള്ളവരെല്ലാം തീവ്രവാദികളാണോ ആ പ്രദേശത്തുള്ള ആളുകൾ? അങ്ങനെ പറയുന്ന ഒരുത്തനെയും ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, സഹിക്കാമോ എന്ന്. ഞാൻ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഇയാളെ അവോയ്ഡ് ചെയ്യണം. ഒരു കാരണവശാലും ഞാനിത് പറയാതെ ഇരിക്കാൻ കാരണം എന്തെന്നറിയോ? അത് പറഞ്ഞ് ഇയാളെ വലുതാക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഇയാളെ അവോയ്ഡ് ചെയ്യണം, അതാ വേണ്ടത് മാധ്യമങ്ങൾ. പിന്നെ പറയുന്നുണ്ടല്ലോ, ഇത്രയും നാളായിട്ടും ഈഴവ ജനതയ്ക്ക് ഈഴവർക്ക് മാത്രം ഞങ്ങൾക്കൊരു കോളയില്ലെങ്കിൽ അല്ലേ സ്കൂളില്ല. 40 വർഷം കൊണ്ട് എന്തോ ഉണ്ടാക്കുമായിരുന്നു അവിടെ ഇരുന്ന്? അതാദ്യം ചിന്തിക്കണം. ഈ 40 വർഷമായിട്ട് അവിടെ കയറി ഇരുന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊള്ളത്തില്ലെന്ന അർത്ഥം. നിങ്ങളെ രാജിവെച്ചിട്ട് ഇറങ്ങി പോകണം മിസ്റ്റർ. നിങ്ങളെ കൊള്ളാത്തോണ്ടല്ലേ നിങ്ങൾക്കൊന്നും കിട്ടാത്തത്. എന്നിട്ട് നിങ്ങൾ പറയാം ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ കൊണ്ട് നടക്കരുത്. വേറെ ആമ്പിള്ളേരുണ്ടത് ഈ കൊള്ളാവുന്ന ആളുകൾ, അവരാരെങ്കിലും കൊണ്ടു നടന്നോളൂ. അതിന് പകരം അവിടെ കയറി ഇരുന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഇവിടെ ആർക്കും ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. എല്ലാം കിട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട് താനും. മാത്രമല്ല ഇഷ്ടംപോലെ പൈസ ഓരോരുത്തർക്ക് കൊടുത്ത കാര്യം ഇന്ന് വിളിച്ചു പറയുന്നത് കേട്ടിരുന്നു. ഇത്രയും വിവരക്കേടൊക്കെ ഒരാൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ എന്തുമാത്രം അനാവശ്യം പറഞ്ഞെന്നറിയോ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇരുന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ് എല്ലാവർക്കും വാരി കൊടുത്തിട്ടുണ്ടെന്ന്. വാരി കൊടുത്തേക്കുന്ന അയാളുടെ വീട്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തേക്കുന്നത്. SNDPയുടെ പണമല്ലേ എടുത്തു കൊടുക്കുന്നത്? ആ കൊടുക്കാനെ അത് എങ്ങനെ കൈക്കൂലി കൊടുക്കുന്നതല്ലേ? അത് അഴിമതിക്ക് വേണ്ടിയുള്ള അത് പച്ച അഴിമതിയല്ലേ? അതിനൊക്കെ നടപടി വേണം. അതിനെതിരെ കേസെടുക്കേണ്ടതാണ് ഇയാളുടെ പുറക്ക്. ഇയാൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെ ഉള്ളവരൊക്കെ വന്ന് പൈസ വാങ്ങിച്ചോട്ട് പോകേണ്ടതാണ്. എന്നിട്ട് CPI എടുത്തു വെച്ചങ്ങ് വിളമ്പുക. CPI അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നന്ദി കെട്ടവരാണ്, മറ്റവരാണ്, ചതിയൻ ചന്തുവാണ് CPI. ഇങ്ങനെ ഇവിടെ എന്തു ചെയ്ത്? CPI ഓരോ കാര്യങ്ങളെ എതിർത്ത് വിളിച്ചു പറഞ്ഞു. PM ശ്രീയിൽ രഹസ്യമായിട്ട് പോയി ഒപ്പിട്ട മുഖ്യമന്ത്രിക്കെതിരെ CPI പറഞ്ഞു അത് ശരിയല്ല, ഞങ്ങൾ ഇതിനോടൊപ്പം ഇല്ല, അത് വിഡ്രോ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അതാണോ ചതിയൻ ചന്തു? പിന്നിൽ നിന്ന് കുത്തുന്നവരാണെന്നൊക്കെ. CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അല്പം അന്തസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അവരെ ഇതിന് മുഖ്യമന്ത്രിക്ക് എതിര് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൊണ്ട് അവരെ ചതിയൻ ചന്തു അതായതാന്നങ്ങ് വിളിക്കുക. അതിന് ബിനോയ് വിശ്വം നല്ല മറുപടിയാണ് കൊടുത്തത്, വളരെ മര്യാദയോടുള്ള മറുപടിയാണ് കൊടുത്തത്. അതെടുത്ത് വെച്ച് അങ്ങ് പെരുമാറുകയാണ്. ഇതിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഇത്രയും നാൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സമുദായത്തെ ഇതിനെ നയിക്കുന്നത്? അതാദ്യം ചിന്തിക്കണം. നിങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ 10-40 വർഷമായിട്ട് നിങ്ങളെ കൊള്ളാത്തതുകൊണ്ടാണ് കളഞ്ഞിട്ട് പോകണം നിങ്ങൾ. അതാണ് ആദ്യം വേണ്ടി. ഇത് പറയാൻ അതിലാരും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് SNDP എന്ന് പറയുന്ന അതിൻ്റെ മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നവരെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് എല്ലാവരും റെഡിയാക്കി വെച്ചേക്കാണ്. ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രഹസനം അങ്ങ് നടത്തി കഴിഞ്ഞിട്ട് അതിലങ്ങ് തിരഞ്ഞെടുക്കുക. കുറേ പേരെ അങ്ങ് തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇനി അത് പറയേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഈ സമുദായത്തെ ഇതേപോലെ നാണം കെടുത്തരുത് എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. ഈഴവ സമുദായം എന്ന് പറയുന്നതിൽ ഇപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന എല്ലാവരും ഒരുപാട് പേരും ഉള്ളവർ, ആ കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ സുഹൃത്തുക്കൾ. അതിൽ ഏതാണ്ട് 90% ഈഴവ സഹോദരങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ എനിക്ക്
അവരോടൊക്കെ എനിക്കൊരു സിമ്പതിയായി ഇപ്പോൾ തോന്നുന്നത്, അനുകമ്പയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരാളെ ചുമക്കുന്നല്ലോ എന്നുള്ള നാണക്കേട്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതുപോലെ പുലമ്പുക എന്ന് പറയുന്നുണ്ടല്ലോ, വർഗീയത, പച്ച വർഗീയത വിളിച്ചു പറയുകയാണ്. നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ് ഈ സംസാരിക്കുന്ന മുഴുവൻ. മലപ്പുറത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുക. എന്നിട്ട് ഇനി അത് പോട്ടെ ലീഗിനെ, അതെൻ്റെ പ്രശ്നമല്ല. മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്, അവരെ ആക്ഷേപിക്കുന്ന അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ മുസ്ലിങ്ങളെ ഇതേപോലെ വേർതിരിച്ച് കാണുക, അവർക്ക് അത് കൊടുത്തു ഇത്. പിന്നെ ഈരാറ്റുപേട്ടക്കാർ ഇങ്ങനെ എന്ത് ചെയ്തെന്നാണ്? ഈരാറ്റുപേട്ട തീവ്രവാദിയാവാൻ അവിടെ എന്തോ അവർ ബോംബ് പൊട്ടിച്ചിട്ടുണ്ടോ? അത് കണ്ണൂരൊക്കെ അല്ലേ ഈ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്, തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ. അല്ലാതെ ഇവിടെ ഈരാറ്റുപേട്ട ഏതെങ്കിലും ബോംബ് നിർമ്മാണമോ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈരാറ്റുപേട്ട നടക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ ഒക്കുമോ? ഇല്ലെങ്കിൽ ഈരാറ്റുപേട്ടക്കാരനായ റഹീസ് പേട്ടക്കാരനായതുകൊണ്ട് തീവ്രവാദിയാണ് എന്ന് പറയുന്നത് എന്ത് വഷളത്തരമാണ് വിളിച്ചു പറയുന്നത്? ഇത്രത്തോളം വലിയ വർഗീയത പുലമ്പരുത്, തെറ്റാണ്. മാധ്യമങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകരുത്, പത്രസമ്മേളനം വിളിച്ചാൽ നിങ്ങൾ പോകരുത്. അയാൾ ആരാണ് എന്ന് ചിന്തിക്കണം. ഇതുപോലെ വൃത്തിയോട് പറയുന്ന ഒരുത്തനെയാണോ വിളിക്കേണ്ടത്? ഈ വഷളത്തരങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ പോകുന്നത്. പോയാൽ പിന്നെ കിട്ടുന്നത് വാങ്ങിച്ചോളൂ ഇങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന്. ചിലപ്പോൾ അയാൾ എണ്ണീറ്റ് അടിക്കും കേട്ടോ. അതുപോലെ ഇന്ന് അത്രത്തോളം വലിയ അംഗവിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് കണ്ടു. അത് മനസ്സിലാക്കണം, തിരിച്ചറിയണം.